സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻസ്, എറണാകുളം നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കൊച്ചിൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ഏഴിക്കരയിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS രതീഷ് ഉദ്ഘാടനം ചെയ്തു. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ എറണാകുളം, നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കൊച്ചിൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഏഴിക്കരയിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS രതീഷ് നിർവഹിച്ചു. അവിടെ ഇരിക്കുന്നത് നാട്ടുകാർക്ക് ഞാൻ അയൽക്കാരെ പറഞ്ഞ് ഇവരെല്ലാം അറിയുന്നവരല്ല, പക്ഷെ ഇവിടെ പല ആൾക്കാരും വന്ന് പോകുന്നത്. ഇന്ന് തെറ്റ് കണ്ട ചൂണ്ടിക്കാണിക്കാനും ചോദിക്കാനുള്ള ധൈര്യം ഇല്ലാത്തൊരു കാലത്തേക്ക് വരും. തെറ്റ് കണ്ട നേരെ ചൂണ്ടിക്കാണിക്കാൻ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ മകനെ പറ്റി തെറ്റ് പറഞ്ഞാൽ അപ്പ അവനെ അതോടുകൂടി ആ ഗ്രാമപഞ്ചായത്ത് മെമ്പർ രമാദേവി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. NCB സോണൽ ഡയറക്ടർ വേണുഗോപാൽ G കുറുപ്പ് ക്ലാസുകൾ നയിച്ച ചടങ്ങിൽ കുട്ടികൾക്കായി പ്രശ്നോത്തരി മത്സരവും സംഘടിപ്പിച്ചു. കറുപ്പ് ഇപ്പോഴും ലീഗൽ കൾട്ടിവേഷൻ, അതിന്റെ ഉൽപാദനം ലീഗലായിട്ട് നടത്തുന്നുണ്ട്. പക്ഷെ കഞ്ചാവ് അത് മാതിരിയല്ല. കഞ്ചാവ് ഒക്കെ ഇല്ലീഗൽ സാധനങ്ങളാണ്. അത് നമുക്ക് പെർമിഷൻ കൊടുത്തിട്ടൊന്നും ചെയ്യുന്ന വിൽപ്പന അല്ലെങ്കിൽ ഉൽപാദനമല്ല. അപ്പോൾ പണ്ട് മുതലേ പല മയക്കുമരുന്ന് മറ്റേ ലോകത്തിൽ അല്ലെങ്കിൽ പലയിടത്തും വിൽപ്പനപ്പെടുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വന്നത് 1970 കഴിഞ്ഞിട്ടാണ്. അന്ന് നമ്മൾ കണ്ടതൊക്കെ ഈ കെമിക്കൽ രാസവസ്തുക്കൾ വെച്ചുണ്ടാക്കുന്ന ചില മയക്കുമരുന്നാണ്. അതിൻ്റെ ഏറ്റവും കൂടുതൽ ഉപയോഗം, വിൽപ്പന അല്ലെങ്കിൽ സ്മഗ്ലിംഗ് ഏറ്റവും കൂടുതൽ കൂടിയത് കോവിഡ് കഴിഞ്ഞിട്ടാണ്. മുൻ സൈനികൻ അരവിന്ദാക്ഷൻ VK, മുതിർന്ന MGNR EGA വർക്കർ ലീല ബാവ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. ചടങ്ങിൽ പാട്രാക്ക് പ്രസിഡന്റ് PP ജോഷി, സെക്രട്ടറി മധുസൂദനൻ, SNDP ബ്രാഞ്ച് പ്രസിഡന്റ് PP ഷാജി, റിട്ടയർഡ് അധ്യാപിക ബീന വിശ്വനാഥൻ, CBC ഉദ്യോഗസ്ഥരായ KS ജയറാം, ഹൻസ ഹനി തുടങ്ങിയവർ സംസാരിച്ചു. ഈ രണ്ട് യൂണിറ്റും കൂടി ചേർന്നാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഇതിന് സംഘാടകർ ലോക്കൽ നമ്മൾ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പാട്രാക് പറവൂർ താലൂക്ക് റെസിഡൻസ് അസോസിയേഷൻ്റെ അപ്ലേറ്റ് കൗൺസിലിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പ്രസിഡന്റ് കൂടിയാണ് ഞാൻ. അതുകൂടാതെ SNDP യൂണിയന്റെ കീഴിലുള്ള 935 ഏഴിക്കര ശാഖയുടെ ഒരു സഹകരണത്തോടുകൂടിയാണ് നമ്മൾ നടത്തുന്നത്. വിവിധ ഏഴിക്കര പഞ്ചായത്തുകളുടെ വിവിധ റെസിഡൻസ് അസോസിയേഷനുകളും ഇതിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പറവൂർ. അതെ മാമേ, നമ്മുടെ ആൻസി കൊച്ചിന്റെ കല്യാണമായിട്ട് വന്നാണ്. സ്വർണ്ണം എടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ കൊച്ചൻ്റെ അവിടെ സ്വർണ്ണം എടുത്തൂടെ? ഏത് കൊച്ചൻ്റെ അവിടെ? മോക്ക് സ്വർണ്ണം എടുക്കാൻ പോയില്ലേ ആ കട? പറവൂർ ഗോൾഡ് ജ്വല്ലറി, നോർത്ത് പറവൂർ.